2024 മലയാളം ഇൻഡസ്ട്രിക്ക് വലിയൊരു വർഷം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഏപ്രിലൊക്കെ അവസാനിക്കുമ്പോഴത്തേക്കും ആൾമോസ്റ്റ് 1000 കോടിയായിരുന്നു മോളിവുഡ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2024 തുടക്കം കുറിച്ച ആ ഒരു ഗോൾഡൻ ഇറ 2025ലും തുടർന്ന് പോകുന്നുണ്ടോ? 2025ൽ ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളും ഇനി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളും നമ്മൾ കൊടുത്ത ആ ഒരു എക്സ്പെക്ടേഷൻസിനൊക്കെ വർത്താണോ? മോളിവുഡ് 2024 വേഴ്സസ് 2025 ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2024 ഒരു അൺഎക്സ്പെക്റ്റഡ് സക്സസ് തന്നെയായിരുന്നു മോളിവുഡ് ഇൻഡസ്ട്രിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 2023 ജനുവരി ടു ഏപ്രിൽ വരെയുള്ള ടോട്ടൽ മോളിവുഡ് ഏണിങ്സ് എന്ന് പറയുന്നത് 500 കോടി ആയിരുന്നെങ്കിൽ 2024 എത്തിയപ്പോൾ ജനുവരി ടു ഏപ്രിൽ ആൾമോസ്റ്റ് അതിൻ്റെ ഇരട്ടി, അതായത് 985 കോടിയാണ് 2024 മോളിവുഡ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2025 എത്തുമ്പോൾ അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെയാണ് എത്തുന്നത്. വീണ്ടും അത് 500 കോടിയിലേക്ക് ചുരുങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുള്ള കാരണങ്ങൾ എന്താവാം? 2024 പറ്റി മെയിനായിട്ട് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജാനുവരി തൊട്ട് ഏപ്രിൽ വരെ ഇറങ്ങിയ ടോപ്പ് 8 ഫിലിംസ് കമ്പൈൻ ചെയ്തപ്പോൾ മാത്രം നമുക്ക് ലഭിച്ചത് 825 കോടിയാണ്. എന്നാൽ ഈ വർഷത്തെ ടോപ്പ് 8 ഫിലിംസ് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് 437 കോടി മാത്രമാണ്. അതിനെല്ലാം ഒരു ജാനുവരി തൊട്ട് ഏപ്രിൽ വരെ ഇറങ്ങിയാൽ കഴിഞ്ഞ വർഷം 100 കോടി 4 ചിത്രങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എമ്പുരാൻ മാത്രമാണ് 100+ ക്രോഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജാനുവരി തൊട്ട് ഏപ്രിൽ വരെയുള്ള ലിസ്റ്റിൽ 50 കോടി കടന്ന ചിത്രങ്ങൾ 6 ആണെങ്കിൽ ഇപ്രാവശ്യം അത് 3 ആയിട്ട് ചുരുങ്ങിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം സക്സസ് പോലെ തന്നെ ഫ്ലോപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ പോലും ഈ വർഷം 2025 ഫെബ്രുവരിയിൽ ഇറങ്ങിയ 17 ചിത്രങ്ങളിൽ 11 ഫ്ലോപ്പാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ജനുവരി തൊട്ട് ഏപ്രിൽ വരെ ക്വിക്ക് OTT റിലീസാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ചിത്രങ്ങൾ OTTയിൽ എത്തുന്നത് കാണാൻ സാധിച്ചു. എന്നാൽ 2025 ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങൾ OTTയിലെത്താൻ 4 മുതൽ 6 ആഴ്ച വരെ എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ USA, UK, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മലയാളം ഇൻഡസ്ട്രിക്ക് നല്ലൊരു കളക്ഷൻ തന്നെയായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം അത് എമ്പുരാനിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആൻഡ് പ്രധാനമായി എടുത്തു പറയേണ്ടത് 2024 കണ്ടന്റ് വെറൈറ്റീസിനെ പറ്റിയാണ്. റോംകോംസ്, ത്രില്ലേഴ്സ്, സർവൈവൽ, ഹൊറർ, ആക്ഷൻ അങ്ങനെ പല കണ്ടന്റ് വെറൈറ്റീസിലായിരുന്നു നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2025 ദാറ്റ് കണ്ടന്റ് വെറൈറ്റി വാസ് മിസ്സിംഗ്. ഈ വർഷം കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് സ്റ്റാർ ഫിലിംസ് ആണെങ്കിൽ കഴിഞ്ഞ വർഷം ഫ്രഷ് ഫേസ് ആൻഡ് ഡെബ്യൂസ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ യങ് സ്റ്റാർസിന് അവർക്ക് പുതിയൊരു ഫേസ് ഉണ്ടാക്കാനും അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാനും സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പ്രേമലു പോലെയുള്ള കുറച്ച് അൺഎക്സ്പെക്റ്റഡ് സക്സസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മേജറായിട്ട് പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ കഴിഞ്ഞ വർഷം 2024 ഇറങ്ങിയ പല ചിത്രങ്ങളിലെയും ക്യാരക്ടേഴ്സ് പ്രേക്ഷകരുടെ മനസ്സിലൊരു ഫാൻ ഫേവറേറ്റ് ആവുന്നത് നമ്മൾ കണ്ടിരുന്നു. സച്ചിൻ, റീനു, കുട്ടേട്ടൻ, സുഭാഷ് അങ്ങനെയുള്ള മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമല്ലാതെ സഹകഥാപാത്രങ്ങളായ പലരും ട്രെൻഡിങ്ങിലും ഫാൻ ഫേവറേറ്റുമായിരുന്നു. ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഫണ്ണി ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ആവേശത്തിൽ കണ്ട അംബാനെയോ പ്രേമലുവിലെ അമൽ ഡേവിസിനെ പോലെയൊരു ക്യാരക്ടർ നമുക്ക് ഈ വർഷം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് എക്സ്പീരിമെൻ്റൽ മൂവി സക്സസ് ആവുന്നത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വർഷം അതുപോലെ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു അച്ചീവ്മെൻ്റായി കാണുന്നത് മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് എമ്പുരാൻ മറികടന്നിരിക്കുന്നു. ആൻഡ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അത് ലൂസിഫറിൻ്റെ പ്രീക്വലായതുകൊണ്ടാണ്. ആൻഡ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസ് എമ്പുരാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും 2025 ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എമ്പുരാൻ തന്നെയാണ്. ആൻഡ് നമുക്കറിയാം 2025 ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനിയും പല പല സിനിമകൾ നമുക്ക് വരാനുണ്ട്. ആൻഡ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടത് കണ്ടന്റ് വെറൈറ്റീസ് ഉള്ള ചിത്രങ്ങളാണ്. പ്രേമലുവിൻ്റെ സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ഡിലേ ആകാമെങ്കിലും കൂടുതൽ ചാൻസ് ഈ ഒരു വർഷം തന്നെ ഇറങ്ങാനാണ്. ആൻഡ് അതോടൊപ്പം തന്നെ കണ്ടന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ആലപ്പുഴ ജിങ്കാന, മരണമാസ് തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ഒരു ഹോപ്പ് നൽകുന്നുണ്ട്. ആൻഡ് സ്റ്റാർ മൂവീസ് മാത്രമല്ലാതെ പ്രേക്ഷകർ ഫ്രഷ് ഫേസസ് ആൻഡ് ഡെബ്യൂസും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മറ്റൊരു പ്രശ്നം എന്തെന്നാൽ കഴിഞ്ഞ വർഷം മാർക്കോ റിലീസ് ആയപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു ചിത്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് നൽകുന്നത്, അതാണ് ഇതാണ് ബ്ലാ ബ്ലാ ബ്ലാ. ആൻഡ് ഡയറക്ടേഴ്സൊക്കെ ഇതുപോലുള്ള വയലൻസ് ചിത്രങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആവുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ എമ്പുരാൻ ഇറങ്ങിയപ്പോഴുള്ള പല വിവാദങ്ങളും നമ്മൾ കണ്ടതാണ്. സോ ഡയറക്ടേഴ്സ് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോൾ നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മോളിവുഡ് ഡയറക്ടേഴ്സൊക്കെ കുറച്ച് ഹെൽപ്ലെസ് ആയി വരികയാണ്. വന്നിട്ടുണ്ട്. മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും 2025 കുറേ നല്ല ചിത്രങ്ങൾ നമുക്കിനി പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കണ്ടന്റ് റിക്വസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അറിയിക്കാവുന്നതാണ്.